ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 6-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് പോലെ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഇതിലെ ആശയമൊക്കെ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രയത്നം നമുക്ക് ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നമുക്ക് ലോകമെമ്പാടും എത്തിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് ചെറിയൊരു അപേക്ഷയുള്ളത്, ഈ വചനവിചിന്തനം നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വചനഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വചനഭാഗം വായിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഒരു തവണയെങ്കിലും വായിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വചനവിചിന്തനം കൂടുതലായിട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വചനത്തിൻ്റെ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായി ഇറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വചനഭാഗം കൂടി ഒന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. വചനഭാഗം ഏതാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അന്തസത്ത എന്ന് പറയുക അന്തിമ ന്യായ വിധിയെക്കുറിച്ചുള്ളതാണ്. ദൈനംദിന ഏറ്റുമുട്ടലുകളിൽ നാം നമ്മുടെ വിശ്വാസം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷം കൂടുതലായിട്ട് ശക്തമായി സംസാരിക്കുന്നു. ഈ ഭാഗത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് ആവശ്യക്കാരെ, അതായത് നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ സേവിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയിൽ കാണപ്പെടുന്നുവെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധ്യാനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പുതുക്കലിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുക. നാം ഈ യാത്ര തുടരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാനും നാം കണ്ടുമുട്ടുന്ന എല്ലാ മുഖങ്ങളിലും ക്രിസ്തുവിനെ കാണാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു തൻ്റെ വാക്കുകളിൽ നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഈ ലളിതമായ ദയാപ്രവർത്തികൾ, കാരുണ്യപ്രവർത്തികൾ വെറും സാമൂഹിക നന്മ മാത്രമല്ല, അവ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ പ്രകടനം കൂടിയാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കാനും അപരിചിതനെ സ്വാഗതം ചെയ്യാനും നാം കൈകൾ നീട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നാം കർത്താവിനെ തന്നെയാണ് സേവിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ത്യാഗപൂർണമായ സ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തിയിലേക്ക് നമ്മെ തന്നെ തുറന്നു കൊടുക്കുവാനും നമ്മെ ക്ഷണിക്കുന്ന ഈ നോമ്പുകാലത്ത് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രസക്തമാണ്. മറ്റുള്ളവരെ ഒന്ന് കരുണയോടെ നോക്കുവാൻ, അവനെ ഒന്ന് സഹായിക്കുവാൻ നാം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ളതല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സഹായം നാം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ചെയ്യാതെ മറിച്ച് ആവശ്യമുള്ളവർക്കൊക്കെ നൽകുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ ശത്രുക്കളായി നാം പരിഗണിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മെ പരിഗണിക്കുന്നവരെ അഭിമുഖീകരിക്കുമ്പോൾ പോലും പലപ്പോഴും ഒരാളെ നാം വെറുക്കുന്ന ഒരു വ്യക്തിയായി മാറ്റി നിർത്തിയ കാണുമ്പോൾ പോലും ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ തിരിച്ചറിയാനും ഇന്നത്തെ സുവിശേഷം നമ്മെ പ്രേരിപ്പിക്കുന്നു. നിരുപാധികമായി സ്നേഹിക്കുക, വിദ്വേഷം വെക്കാതെ ക്ഷമിക്കുക, നമ്മുടെ ദയ ഒരിക്കലും തിരിച്ചു നൽകാത്തവരെ, ഒരിക്കൽ പോലും നമ്മളോട് ദയ കാണിക്കാത്തവരെ സേവിക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ പാതയാണ്. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ അനുയായികളായി നമ്മെ നിർവചിക്കുന്നത് കൃത്യമായി ഈ ഒരു സ്നേഹമാണ്. നമ്മളെ വെറുക്കുന്നവരെ സ്നേഹിക്കാനായിട്ട്, നമ്മളോട് കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കാനുമൊക്കെ സാധിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൂർണ്ണത സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ള സഹോദര സഹോദരി,
നമ്മുടെ സഹോദരനെയോ സഹോദരിയോ ആവശ്യത്തിൽ നമ്മൾ സഹായിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെ സേവിക്കുന്നത്. അവൻ്റെ സ്നേഹം എല്ലാ മാനുഷിക അതിരുകളെയും മറികടന്നുവെന്ന് നാം മറ്റുള്ള വ്യക്തിക്ക് സ്ഥിരീകരിച്ച് കൊടുക്കുന്നു. ഇന്ന് നമുക്ക് ചുറ്റും പലരും നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുക, അവരെ പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നില്ല. അല്ലെങ്കിൽ ദരിദ്രര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, മറക്കപ്പെട്ടവർ, ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നമ്മുടെ സ്വന്തം സമൂഹങ്ങളിൽ ഏകാന്തതയുമായി മല്ലിടുന്ന നമ്മുടെ അയൽക്കാർ ഒരുപാടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുമല്ലെങ്കിൽ അനീതിയുടെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഈ വ്യക്തികളൊക്കെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരെയൊക്കെ കരുണയോടെ നോക്കുക. ഇവരെയൊക്കെ കരുണയുടെ കണ്ണുകളോടുകൂടി കാണുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം വളരെ പ്രത്യേകമായി യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നോമ്പുകാലം എന്ന് പറയുന്നത് ദുഃഖിച്ചിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അനങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോറ്റ് വീട്ടിലിരിക്കാനായിട്ടുള്ള ഒരു കാലഘട്ടമല്ല. മറിച്ച് സജീവവും കാരുണ്യപൂർവവുമായ സേവനത്തിൽ ഏർപ്പെടാനുള്ള ഒരാഹ്വാനമാണ്. സഹാനുഭൂതിയോടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാനും കാരുണ്യത്തിൻ്റെ സ്പഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുവാനും ഉള്ള ഒരു വിളിയാണ് അല്ലെങ്കിൽ ഒരു കാലമാണ് ഈ നോമ്പ് എന്ന് പറയുക. പ്രിയമുള്ളവരെ, ഈ ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേരുക അല്പം കഠിനമാണ്. സ്നേഹിക്കപ്പെടാത്തവരെ സ്നേഹിക്കുക, ക്ഷമിക്കപ്പെടാത്തവരോട് ക്ഷമിക്കുക, നമ്മളോട് തെറ്റ് ചെയ്തവരിൽ ക്രിസ്തുവിനെ കാണുക, ഇവയൊക്കെ വളരെ വളരെ വെല്ലുവിളിയേറിയ കാര്യങ്ങളാണ്. എന്നാൽ ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് പോകാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ നിരന്തരമായ സഹായവും കൃപയും നമുക്കുണ്ട്. നാം ഒക്കെ തന്നെയും സ്നേഹിക്കപ്പെടുവാനായിട്ട് അർഹതയില്ലാത്തവരാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ ഒരു കൺമുമ്പിൽ നല്ലവരെന്ന് ഒരുപക്ഷെ വിളിക്കപ്പെടുവാനായിട്ട് യോഗ്യതയുള്ളവളോ അല്ല. മറിച്ച് ദൈവം തൻ്റെ കരുണയുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നാം ഓരോരുത്തരും നല്ലവരും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരുമായി തീരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനും നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമ്മൾ സന്നദ്ധരാക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കൺമുന്നിൽ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളെയും നമ്മളിലൂടെ ഈ ക്രിസ്തുവിൻ്റെ, നമ്മുടെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും അതുപോലെ തന്നെ ചേർത്ത് നിർത്തപ്പെടാനുമൊക്കെ അർഹതയുള്ളവരാണ്, വിളിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുക. ഈ നോമ്പുകാലത്ത് നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം. എത്ര തവണ നമ്മൾ സ്വയം ചോദിക്കാറുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവരിൽ ഞാൻ ദൈവത്തിൻ്റെ മുഖം ശരിക്കും കണ്ടിട്ടുണ്ടോ? എൻ്റെ അയൽക്കാരൻ്റെ ദൈനംദിന ആവശ്യങ്ങളിൽ അവനെ സഹായിക്കുവാനായിട്ട്, അവൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവനെ സഹായിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ഓരോ കാരുണ്യ പ്രവൃത്തിയും എത്ര ചെറുതാണെങ്കിലും ഭൂമിയിൽ ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണെന്ന് സഹോദരി നീ മനസ്സിലാക്കുക. ഒരാളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നാം അവരുടെ ആത്മീയ ക്ഷേമത്തെ പരിപോഷിപ്പിക്കുകയും അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ പ്രതിഫലദായകവുമായ ഒരു പാതയിലൂടെ തന്നെയാണ് നാം യാത്ര ചെയ്യുന്നത്. വിനയം, കാരുണ്യം, അതുപോലെ തന്നെ സ്നേഹം എന്നിവയുടെയൊക്കെ പഠനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കട്ടെ. വിശക്കുന്നവരുമായി പങ്കിടുന്ന ഓരോ ഭക്ഷണവും, അടിച്ചമർത്തപ്പെട്ടവരോട് പറയുന്ന ഓരോ വാക്കും അവർക്ക് ആശ്വാസമാവുകയാണ് ചെയ്യുക. ആവശ്യക്കാർക്ക് നൽകുന്ന ഓരോ നല്ല പ്രവൃത്തിയും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാകട്ടെ. മറ്റുള്ളവരെ സേവിക്കുന്നതിൽ നാം അവൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ജീവിക്കുന്ന സാക്ഷികളായി മാറുന്നു. പ്രിയമുള്ളവരെ, ഓർക്കുക, ദൗത്യം ഭാരമേറിയതായി തോന്നുമ്പോഴും ദൈവത്തിൻ്റെ സഹായത്തോടെ ഈ ഒരു ഭാരമേറിയ ദൗത്യം നമുക്ക് എളുപ്പമാക്കുവാനായിട്ട് കഴിയും.
അവൻ്റെ സ്നേഹമാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം. അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ പരിശ്രമങ്ങളെ യഥാർത്ഥ ആരാധന പ്രവർത്തികളാക്കി മാറ്റുന്നത്. അതിനാൽ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ സഹായിക്കുന്നതിനും അവരോട് കരുണ കാണിക്കുവാനുമുള്ള പ്രതിബദ്ധത പുതുക്കുവാനുമുള്ള ഒരു അവസരമായി ഈ നോമ്പുകാല യാത്രയെ നമുക്ക് സ്വീകരിക്കാം. ഓരോ കാരുണ്യ പ്രവൃത്തിയിലും ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നത് നാം കാണുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ സ്നേഹത്തെ ലോകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ. ഓരോ കണ്ടുമുട്ടലുകളും ഓരോ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോഴും ദൈവകൃപയുടെ നിമിഷങ്ങളായി ആ ഓരോ കണ്ടുമുട്ടലുകളും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.